പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ മുടക്കി കെട്ടിടത്തിന്റെ ദുർബലത പരിഹരിക്കും. താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടത്തിൽ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിച്ചു. 52 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന് 3 മാസം കൂടിയാണ് താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ദുർബലത പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടി ആരംഭിച്ചതോടെയാണ് ഫിറ്റ്നസ് വീണ്ടും ലഭിച്ചത്. ഓഗസ്റ്റ് 4-നാണ് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദ് ചെയ്തത്. വീണ്ടും ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചൂണ്ടിക്കാട്ടിയ അപാകതകൾ പരിഹരിച്ച് താൽക്കാലികമായുള്ള ഫിറ്റ്നസ് നമുക്ക് 3 മാസത്തേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ക്ലാസുകൾ ഒരു തടസ്സവും കൂടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസുകൾ പുനരാരംഭിച്ചതോടെ ആശങ്ക ഒഴിഞ്ഞുവെന്ന വിദ്യാർത്ഥികൾ. ആശങ്ക ഒരു പ്രയാസവുമില്ല. ക്ലാസ് ആരംഭിച്ചു. 3 മാസത്തേക്കിനും കൂടിയാണ് ബിൽഡിംഗ് ഇത് കൂട്ടിത്തന്നു. സന്തോഷമുണ്ട്. ക്ലാസ് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് മറ്റൊരു കെട്ടിടവും സ്കൂളിൽ നിർമ്മിക്കുന്നുണ്ട്. കെട്ടിടം അതിൻ്റെ ആദ്യത്തെ ഫണ്ട് അലോട്ട്മെന്റ് അത് മതിയാകാതെ വന്നപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 23 ലക്ഷം അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ ടെൻഡർ ആയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയം അറിയിക്കുന്ന മുറയ്ക്ക് ഇന്ന് തന്നെ അത് ചേരുന്നതായിരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ഓമല്ലൂർ ശങ്കരന്റെ അധ്യക്ഷതയിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് കെട്ടിടത്തിന്റെ ദുർബലത അതിവേഗം പരിഹരിക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.